വളരെ രസകരമായ ഒരു ഒത്തുകൂടൽ. അതിലിപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്നാൽ ആടിയാലും ആർക്കും സംശയം ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. എന്തായാലും ഈ പരിചിതമായ മുഖങ്ങളിൽ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ ഞാനൊരു ദിവസം ഞാൻ ഹൈദരാലിയോടുള്ള ഈ തല്ലുപിടുത്തങ്ങളുടെ ഇടയിൽ ഈ ഹൈദരാലിയോടുള്ളൊരു വലിയ കാര്യം പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനുവേണ്ടി 100% സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കൂട്ടത്തില് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ ബാബു ഇവരും തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. ആ ഉടക്ക് ബാബുവിനറിയില്ല, അത് തീർത്തത് ഞാനാണ്. ഞാനൊരു ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇടവേള ബാബുവാണ്. ഞാൻ വിളിച്ചു. അപ്പോ എന്നെ അടുത്ത് ചോദിച്ചേ, ഞാൻ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഷോ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ അതിനുവേണ്ടി സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അമ്മയുടെ പല കാര്യങ്ങളിലും ഞാനും ഈ പറയുന്ന പോലെ ഞങ്ങൾ പകല് എത്രയോ പ്രാവശ്യം തല്ലി പിടിച്ചെങ്കിലും ഞങ്ങളൊരു കാര്യം പ്രാക്ടിക്കലാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്ന ഭാഷയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം നമുക്കറിയാം, പണ്ടെല്ലാം ഇതിപ്പോ അഭിപ്രായ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു അവാർഡാണ്. നമുക്കറിയാം, കുറച്ച് പഴയ ചിന്തിച്ചു കഴിഞ്ഞാൽ നാനയാണ് ഇങ്ങനെ ഒരു അവാർഡ് പണ്ടുണ്ടാക്കിയിരുന്നത്, അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ സമയത്ത് ഞാൻ 10 നാന മേടിച്ചിട്ട് എൻ്റെ തന്നെ പേര് ടിക്ക് ചെയ്ത് കിട്ടുമെന്ന് മേടിച്ചിട്ട് ആ കാലഘട്ടത്തിൽ. പക്ഷെ അതിലൊന്നും അതിലൂടെ പോയില്ല, കാരണം ഒന്നാം. അപ്പൊ ഇങ്ങനൊരു കാര്യമായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ അരിയോട് അലി നിങ്ങളൊരു നല്ലൊരു അവാർഡ് ഫംഗ്ഷൻ വയ്ക്കും, കാരണം നിങ്ങൾക്ക് ഇത്രയധികം ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസും ഉണ്ട്. ഇവിടെ തന്നെ കൂടുതലാണ്, കാരണം ഈ സഞ്ചരിക്കുന്ന ഈ കപ്പലിൽ തന്നെ ഇത്രയും പേരെ കയറ്റാൻ പറ്റുമെങ്കിൽ അലി വിചാരിച്ച പലതും നടക്കും. ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂക്കയായാലും ലാലേട്ടനായാലും സുരേഷ് എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഈ ആശയം പറയുകയും അലി ഇത് സമ്മതിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇടവേള ബാബുവിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ സൗഹൃദം ഇങ്ങനെ വലുത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പൈസയിൽ നിന്നും വലിയൊരു തുക അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായി മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞു. അലി അത് ബാബുവിനോട് പറഞ്ഞ് അത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. സിനിമയിലായാലും നാടകത്തിലായാലും പാട്ടുകാരായാലും കലാകാരന്മാരാണോ അവശത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല, കൈ നീട്ടാൻ സാധിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അറിയാലോ, നമ്മുടെ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് എത്രയോ പേരുണ്ട്, നമ്മളെല്ലാം സഹായിക്കുന്നുണ്ട് അവരെങ്കിലും. നിങ്ങൾ ഇതിൽ നിന്ന് വലിയൊരു തുക അതിലേക്ക് മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് തുടങ്ങുന്ന ഈ കാര്യങ്ങളുണ്ട്.